നട്ടിപ്പിക്കുന്ന ഓഫറുകളും വിശ്വസനീയമായ വാക്കുകളും കൊണ്ട് സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിലേക്ക് വന്നെത്തുന്ന സൗജന്യങ്ങൾ പലപ്പോഴും വലിയൊരു കെണിയാകാറുണ്ട്. വിരൽത്തുമ്പിൽ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് ജീവിത സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെടുന്ന വാർത്തകളാണ് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. അതിനൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ തട്ടിപ്പുകാർ വലവിരിക്കുമ്പോൾ തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം ആൾമാറാട്ടങ്ങളും വ്യാജ സന്ദേശങ്ങളും വർദ്ധിച്ചു വരുന്നു. വേനൽക്കാല അവധിക്കാലത്തെ യാത്രകളും ഓൺലൈൻ ഇടപാടുകളും ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം ആസൂത്രിത കൊള്ളയെക്കുറിച്ചും അവയ്ക്കെതിരെ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെ, പ്രവാസികളെ ചുറ്റിപ്പറ്റി വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത്. വലിയ വിലക്കുറവിൽ റൂം വാടക മുതൽ യാത്രാ പാക്കേജുകൾ വരെ ലഭ്യമാകുന്നു എന്ന രീതിയിൽ പരസ്യങ്ങൾ നൽകിയാണ് തട്ടിപ്പുകാർ UAE-യിലെ താമസക്കാരെ ആകർഷിക്കുന്നത്. AI ഉപയോഗിച്ച് ആൾമാറാട്ടം പോലും ഇവർ നടത്തുന്നുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. UAE സൈബർ സുരക്ഷാ കൗൺസിലിന്റെ കണക്ക് പ്രകാരം രാജ്യത്തെ സൈബർ കുറ്റകൃത്യങ്ങളിൽ 75% വ്യാജ ഇമെയിലുകൾ അല്ലെങ്കിൽ മെസ്സേജുകളിലൂടെയാണ് നടക്കുന്നത്. തട്ടിപ്പുകാർ ആഗോളതലത്തിൽ പ്രതിദിനം ഏകദേശം 3.4 ബില്യൺ വ്യാജ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ഇതൊരു ചെറിയ കണക്കല്ല എന്ന് ഓർമ്മ വേണം. ഇപ്പോൾ നടക്കുന്നതിൽ 90% AI-യെ കൂട്ടുപിടിച്ചുള്ള തട്ടിപ്പുകളാണ്. മുമ്പത്തെ അപേക്ഷിച്ച് തട്ടിപ്പുകാരുടെ സന്ദേശങ്ങൾ ഇപ്പോൾ കൂടുതൽ വിശ്വാസ്യത തോന്നുന്ന രീതിയിലാണ്. കഴിഞ്ഞ വർഷം UAE-യിലെ 40,000-ത്തിലധികം താമസക്കാരാണ് ഈ തട്ടിപ്പിനൊക്കെ ഇരയായത്. ഇവരിൽ നിന്നെല്ലാം ദശലക്ഷക്കണക്കിന് ഡോളർ പണം നഷ്ടമായതായി കണക്കുകളുണ്ട്. വേനൽക്കാലത്ത് ആളുകൾ കൂടുതൽ യാത്ര ചെയ്യുന്നു, ഓൺലൈൻ ഷോപ്പിംഗുകൾ കൂടുതലായി നടത്തുന്നു, യാത്രകളുടെ ഭാഗമായി പല ബുക്കിങ്ങുകളും ഒക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തട്ടിപ്പുകൾ നടക്കുന്നത്. മനുഷ്യരുടെ വിശ്വാസം നേടിയെടുക്കുന്ന രീതിയിൽ തട്ടിപ്പ് രീതികൾ വളർന്നിരിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. ദിനംപ്രതി തട്ടിപ്പുകളുടെ രീതി മാറി മാറി വരികയാണ്. ഇന്നൊന്നാണെങ്കിൽ നാളെ മറ്റൊന്ന്, അതിനടുത്ത ദിവസം വേറൊന്ന്, അങ്ങനെ പോവുകയാണ് തട്ടിപ്പുകാരുടെ രീതികൾ. AI-യുടെ വരവ് തട്ടിപ്പുകാരുടെ ജോലിഭാരം നന്നേ കുറച്ചിട്ടുണ്ട്. യഥാർത്ഥ സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ തുടങ്ങാനും ഡീപ് ഫേക്ക് വീഡിയോകൾ സൃഷ്ടിച്ച് ജനങ്ങളെ വഞ്ചിക്കാനും ഒക്കെ തട്ടിപ്പുകാർ ശ്രമിക്കുന്നുണ്ട്. വ്യക്തിഗത വിവരങ്ങൾ ചോർത്താനും പണം നേടിയെടുക്കാനും പുത്തൻ സാങ്കേതിക വിദ്യകളാണ് സൈബർ ലോകത്തെ കള്ളന്മാർ ഇപ്പോൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രമുഖ ട്രാവൽ ഏജൻസികളുടെയും ഹോട്ടലുകളുടെയും വ്യാജ പതിപ്പുകൾ വെബ്സൈറ്റുകളായി സൃഷ്ടിച്ചാണ് ഇവർ ഇരകളെ കണ്ടെത്തുന്നത്. യഥാർത്ഥ സൈറ്റുകളാണെന്ന് തെറ്റിദ്ധരിച്ച് ആളുകൾ നൽകുന്ന ക്രെഡിറ്റ് കാർഡ് വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും നിമിഷ നേരം കൊണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നു. വ്യക്തികളുടെ ശബ്ദവും മുഖവും കൃത്യമായി നിർമ്മിച്ച് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ പേരിൽ പണം ആവശ്യപ്പെടുന്ന ഡീപ് ഫേക്ക് തട്ടിപ്പുകൾ വലിയൊരു ഭീഷണിയായി വളർന്നു കഴിഞ്ഞു. പരിചിതനായ ഒരാൾ പണത്തിന് ബുദ്ധിമുട്ടി വിളിക്കുകയാണെന്ന് കരുതി പലരും ഇത്തരം കോളുകളിൽ വീണു പോകുന്നു. ഇമെയിലുകളിലൂടെയും സോഷ്യൽ മീഡിയ മെസ്സേജുകളിലൂടെയും എത്തുന്ന ലിങ്കുകളിൽ തൊടുന്നതിന് മുമ്പ് അതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ആരും മെനക്കെടുന്നില്ല. ഇതാണ് തട്ടിപ്പുകാർ പ്രയോജനപ്പെടുത്തുന്നത്. യാത്രാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോഴും ആകർഷകമായ ഓഫറുകൾ കാണുമ്പോഴുമെല്ലാം ഔദ്യോഗിക വെബ്സൈറ്റുകൾ നേരിട്ട് സന്ദർശിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം. സംശയാസ്പദമായ ലിങ്കുകളിലോ അജ്ഞാത സന്ദേശങ്ങളിലോ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണ് ഇതിനെതിരെയുള്ള ഒരു പ്രധാന പോംവഴി. സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനൊപ്പം വ്യക്തിപരമായ തലത്തിൽ നമ്മൾ പുലർത്തുന്ന വിവേകവും ജാഗ്രതയുമാണ് ഇത്തരം ഡിജിറ്റൽ കെണികളിൽ വീഴാതിരിക്കാൻ സഹായിക്കുന്നത്. സാങ്കേതിക വിദ്യ വളരുന്നതിനൊപ്പം അതിനെ ദുരുപയോഗം ചെയ്യുന്നവരുടെ ബുദ്ധിയും വേഗതയും വർദ്ധിക്കുകയാണ്. വിപണിയിലെ സാധാരണ നിരക്കുകളേക്കാൾ പകുതിയിലധികം കുറഞ്ഞ നിരക്കിൽ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലെന്തോ ചതിയുണ്ടെന്ന് സംശയിക്കാൻ നമ്മൾ പഠിക്കണം. പെട്ടെന്നുണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ വീഴാതെ ഒരു നിമിഷം ആലോചിച്ചും അന്വേഷിച്ചും മാത്രം പണമിടപാടുകൾ നടത്തുക. അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന നഷ്ടങ്ങൾ പണത്തിൻ്റെത് മാത്രമല്ല വരുത്തിവെക്കുന്നത്, നമ്മുടെ മനസമാധാനവും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടുത്തുന്നു. ഡിജിറ്റൽ ഇടപാടുകളിൽ കാണിക്കുന്ന അമിതമായ ജാഗ്രത തന്നെയാണ് ഓൺലൈൻ തട്ടിപ്പുകാർക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധം. വിവേകപൂർവമായ ഇടപെടലുകളിലൂടെ നമുക്ക് സൈബർ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കാൻ സാധിക്കും. പക്ഷെ അതിന് കുറെ സമയവും മെനക്കെടാനുള്ള ഒരു മനസ്സും ഒക്കെ നമുക്ക് വേണം. പലപ്പോഴും നമ്മൾ ഒന്നും ആലോചിക്കാതെയാണ് കാണുന്ന പല ലിങ്കിലും ക്ലിക്ക് ചെയ്യുന്നത്.